ഏറെ ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷ, ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രിയങ്കനായ MLA വിശ്വനാഥ്, ഒരു പെരുമഴ പെയ്തു തീർന്നതുപോലെ നമുക്ക് നല്ലൊരു മുഖ്യ പ്രഭാഷണം നടത്തി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് 110 വർഷത്തിൻ്റെ ഓർമ്മകൾ പുതുക്കി തന്ന ഏറെ ബഹുമാന്യനായ ഡോക്ടർ ശ്യാം സാർ, മറ്റ് ഇവിടെ പങ്കെടുത്ത വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം പെരിനാട് പഞ്ചായത്തിൽ ഞാൻ 1999 അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ ഈ പെരിനാട് ചരിത്രത്തിൻ്റെ പ്രശസ്തി എന്താണ്, അതിൻ്റെ മഹാത്മ്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് പോയപ്പോൾ ഇവിടെ ഒരു പ്രതിമയോ അയ്യങ്കാളിയുടെ ഓർമ്മ സ്മരിക്കുന്ന ഒരു അടയാളപ്പെടുത്തലുകളോ ഇല്ല എന്നുള്ളൊരു വേദനയിലിരിക്കുമ്പോഴായിരുന്നു എനിക്ക് തോന്നുന്നത് 110 വർഷമായപ്പോൾ ചിലപ്പോൾ മഹാത്മാ അയ്യങ്കാളി തന്നെയാണ് ഈ പെരിനാട് ഭരണസമിതി ബഹുമാന്യനായ VS അച്യുതാനന്ദൻ്റെ നാമധേയം കൊടുക്കണമെന്നുള്ള തീരുമാനമുണ്ടായതും ആ തീരുമാനമുണ്ടായപ്പോഴാണ് പട്ടികജാതി പട്ടികവർഗക്കാരായ മഹാത്മാ അയ്യങ്കാളിയുടെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് വെച്ച് കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട ജനങ്ങൾക്ക് ബോധ്യമായത്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു പേര് മഹാത്മാ അയ്യങ്കാളിയുടെ ഇവിടെ വേണമെന്നുള്ള ഒരു ചിന്തയുണ്ടായത്. ആ ചിന്ത വന്നപ്പോൾ ആ പേര് ഇവിടെ സുനിൽ മീഡിയ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും ഗ്രൂപ്പുകൾക്കും ഫോർവേഡ് ചെയ്യുകയുണ്ടായി. ഞങ്ങളുടെ KPMS ശാഖകളിലടക്കം കൊടുത്തപ്പോൾ യാതൊരു റെസ്പോണ്ടും ഇല്ല. അവിടെ നിന്നാണ് ഏറ്റവും പ്രിയപ്പെട്ട ചരിത്രബോധത്തോടുകൂടി ചിന്തിക്കുന്ന എയിംസാം എന്ന സംഘടന ഇത് ഏറ്റെടുക്കുകയുണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മഹാത്മാ അയ്യങ്കാളി പെരിനാടിൻ്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ഞാൻ ഇന്ന് ഈ തിളങ്ങുന്ന വസ്ത്രമിട്ടുകൊണ്ട് നെഞ്ചു നിവർത്തി നിന്നുകൊണ്ട് തലയുയർത്തി നിന്നുകൊണ്ട് എനിക്കിവിടെ നിന്ന് അത് ശരിയല്ല എന്ന് പറയുവാനും ശരി ചെയ്യാനുമുള്ള ആർജവം തന്ന മഹാത്മാ അയ്യങ്കാളി. ആ അയ്യങ്കാളിയുടെ പേര് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘാടകർ വന്നപ്പോൾ ഞാൻ അവരുടെ കൂടെ നിന്നു. ആ വിപ്ലവ സമിതിയുടെ കൺവീനറാകുകയും അതിനുവേണ്ടി അവരോടൊപ്പം നിൽക്കുവാൻ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിൽ പോലും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി പോലും മഹാത്മാ അയ്യങ്കാളിയുടെ പേര് പറഞ്ഞില്ല എന്ന് വേദനയോടെ ഞാൻ ഉറങ്ങാതിരുന്ന ദിവസങ്ങളായിരുന്നു. ഇത്രയും പെട്ടെന്ന് ഈ ഒരു തീരുമാനമെടുത്ത് ഇന്ന് നമ്മുടെ BJPയുടെ മെമ്പർ, ഞാനിവിടെ രാഷ്ട്രീയം കാണുന്നില്ല, ഇത് രാഷ്ട്രീയമല്ല. ഇവിടെ നമ്മുടെ ശ്യാം സാർ പറഞ്ഞതുപോലെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. കരഞ്ഞ് നമുക്ക് മേടിക്കാനുള്ള അവകാശങ്ങൾ ഭരണഘടന പ്രകാരം വാങ്ങിക്കുവാൻ കഴിയാത്തിടത്തോളം കാലം നമ്മൾ താഴ്ന്ന അവസ്ഥയിലേക്ക് പോകും. നവോത്ഥാനം എന്ന് പറയുന്നത് മുകളിലാണെന്ന് പറഞ്ഞ് നമ്മളെ ഇവിടെ ഒരു നല്ല പ്രഭാഷണം തന്നു. ആ പ്രഭാഷണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഓരോ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും ഇനി മുന്നോട്ട് നീങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വേദിയിൽ ചരിത്രമുറങ്ങുന്ന പെരിനാടിൻ്റെ മണ്ണിൽ കല്ലയും മാലയും വലിച്ചെറിഞ്ഞ് മാനം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി സ്ത്രീ വിമോചനത്തിന് വേണ്ടി പോരാടിയ മഹാത്മാ അയ്യങ്കാളിയുടെ നാമധേയം ഇന്നിവിടെ സ്ഥിരീകരിക്കുമെന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇതിന് അഭിമാനം. ഇന്നിവിടെ ഈ മണ്ണിൽ ഞാൻ ഈ ഭരണസമിതി ഏറ്റെടുക്കുമ്പോൾ ആശാലതയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ അഞ്ചാംകുറ്റിയുടെ ആ ചർച്ചിൽ പോയി 10 മണി തൊട്ട് 12 മണി വരെ ഞാൻ ഒരേ പ്രാർത്ഥനയിലിരുന്നു. ആ പ്രാർത്ഥനയിരുന്നപ്പോഴാണ് എയിംസിലെ നമ്മുടെ റിട്ടയറായ പോലീസ് സാർ അഷ്ടമൻ സാർ അനിൽ സാറും കൂടി കടന്നു വന്നുകൊണ്ട് രാജീവ് സാർ എല്ലാം പറഞ്ഞു, പെരിനാട് പഞ്ചായത്തിൽ പോയി ഒന്ന് അന്വേഷിക്കാമോ? ഞാനത് അന്വേഷിച്ചു. സെക്രട്ടറിയോട് ചോദിച്ചു, അസിസ്റ്റന്റ് സെക്രട്ടറിയോട് ചോദിച്ചു, പ്രസിഡന്റിനോട് ചോദിച്ചു, എവിടം വരായി, ഇതിന് പേര് നിങ്ങൾ ഇടുമോ? ഒപ്പുശേഖരണവുമായി പ്രിയപ്പെട്ട നമ്മുടെ ഇതിൻ്റെ സമരസമിതിയുടെ കൺവീനർ ചെയർമാനായിട്ടുള്ള ശിവസുധ സാർ ഊണമുറക്കവുമില്ലാതെ
എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ സാറാണ് ചെയ്യുന്നത് ശരി, ഇവിടെ രാഷ്ട്രീയമല്ല. ആ സാറ് CPM-ന്റെ ഒരു വലിയ നേതാവായിട്ട് പോലും ഇനിയും 68 വർഷം കഴിഞ്ഞ് നമ്മളിവിടെ ഒരു അയ്യങ്കാളിയുടെ പേരെഴുതി ചേർക്കാൻ പട്ടികജാതിക്കാർക്ക് 68 വർഷം കടന്നു. ഇതാണ് ഈ നിമിഷം ചരിത്രത്തിന്റെ മുഹൂർത്തമാണ്. ചരിത്രത്തിന്റെ ഓരോരുത്തർക്കും ആത്മാഭിമാനമായി പെരിനാട് എന്ന് പറയുമ്പോൾ പെരിനാടിന്റെ ചരിത്രത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ നാമധേയം ചേർക്കപ്പെട്ട ഈ സുവർണ നിമിഷം, ഇതിന് ഏറ്റവും എനിക്ക് നന്ദി പറയേണ്ടുള്ളത് എയിംസാപ്പ് എന്ന സംഘടനയ്ക്ക് വേണ്ടിയാണ്. അവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി എൻ്റെ പേരിലും ഈ വിപ്ലവ സമിതിയുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദിയും വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഭീം.